ഹലോ ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാനൊക്കെ ഉള്ളതാണ്, പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. ആദ്യം സംഭവം എന്താണെന്ന് ഞാൻ ചുരുക്കത്തിലൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളെല്ലാവരും ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. കുറച്ച് സമയമേ കാണത്തുള്ളൂ. പെട്ടെന്ന് നമ്മൾ റെഡിയാകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ക്രീം പൗഡർ എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കണ്ണെഴുതുന്ന സമയത്ത് നമ്മുടെ ഐലൈനർ നമ്മളൊരു വാലിടുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും അല്ലേ? എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടിഷ്യൂയോ അല്ലെങ്കിൽ ഒരു കോട്ടണോ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് നമ്മളത് മായ്ച്ച് കളയും. ചിലർ വെള്ളം വെച്ചിട്ട് തുടച്ച് കളയും, അല്ലെങ്കിൽ ബഡ്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അവിടെ മാത്രം ക്ലിയർ ചെയ്യുന്നവരുണ്ട്. എങ്ങനെ ചെയ്താലും നമ്മൾ എല്ലാം സെറ്റായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഒരു കളർ ചേഞ്ച് വരും. പിന്നെ അത് എഴുതിയൊക്കെ ശരിയാക്കി വരുമ്പോൾ ആകെ അലമ്പ് സീനാവും, എല്ലാവർക്കും അറിയാതെ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതാണ് ഇങ്ങനൊരു സംഭവം കൊണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഒരു കുഴപ്പമില്ലാതെ, അതായത് നമ്മളിട്ടിരിക്കുന്ന മേക്കപ്പിനൊന്നും ഒരു പരിക്കും സംഭവിക്കാത്ത രീതിയിൽ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് വൈറൽ ഹാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഈ വീഡിയോ ആദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇതിനകത്ത് അവർ ആദ്യം തന്നെ മേക്കപ്പ് എല്ലാം ഇട്ടതിന് ശേഷം കണ്ണെഴുതിയിട്ട് അവരൊരു ക്ലിയർ ടേപ്പ്, അവർ കൺമഷി അലമ്പായിപ്പോയി. ഓക്കെ, എഴുതിയത് വാലിട്ടപ്പോൾ അത് കുളമായി. അപ്പോൾ അവരൊരു ക്ലിയർ ടേപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒട്ടിച്ചിട്ട് അത് ഇളക്കുമ്പോൾ ആ ഐലൈനർ റിമൂവ് ആയി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുമെന്ന് അറിയണ്ടേ? ആകെ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ഇനി നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ടേ ഞാനിവിടെ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. എൻ്റെ സാധാരണ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈക്കോണിക്കാണ്. ഇത് വെച്ച് എഴുതിയ ചിലപ്പം ശരിയായില്ലെങ്കിലോ നമുക്കറിയാൻ പറ്റത്തില്ല. അവർ ഇങ്ങനത്തെ ഐലൈനർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഇതൊന്ന് ആദ്യം എഴുതാം. എനിക്ക് കണ്ണാടി ഇല്ലാതെ എഴുതുമ്പോൾ ശരിയാവില്ല, എത്രത്തോളം ശരിയാവുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ, അതിൽ നോക്കിയിട്ട് എഴുതാം. ഇതിപ്പോൾ പാലിടുമ്പോൾ മാത്രമല്ല, സംഭവം അലമ്പാണ്. അപ്പം ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് അപ്പം ഞാനിങ്ങനെ എഴുതുന്നത്. ശരിക്കും അലമ്പായിട്ട് തന്നെയാണ്. എനിക്കിത് കറക്റ്റായിട്ട് എഴുതാനൊന്നും അറിയത്തില്ല ഗൈസ്, കാരണം കണ്ണടിയുടെ അടുത്തോട്ടൊക്കെ പോയിട്ടാണ് ഞാനിത് എഴുതൽ. അപ്പോൾ ഇതിൽ നമുക്കിതിങ്ങനെ ചെയ്യാനല്ലേ, അപ്പോൾ ഇത്രയും മതി. എങ്ങനെയുണ്ട്? വാലിട്ട് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ടേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്ലിയർ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ മായ്ച്ച് കളയാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം. എന്തായാലും നമ്മളിത് ട്രൈ ചെയ്തിട്ടുള്ളൂ, വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇത് ഇളകി വരുന്നില്ലല്ലോ സാധനം. ഓക്കെ, തെറ്റിട്ട് എന്തായാലും സാധനം ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ടേപ്പ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഫേസ് കാണുമ്പോൾ ചെയ്യുന്നത് ഈ സൈഡ് ചെയ്യണം, ഈ സൈഡ് ചെയ്യണം, ഈ സൈഡ് ചെയ്യാം. ഈ സൈഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുള്ളൂ. ഇത് ഞാനിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കേട്ടോ, ഒട്ടിച്ചു. ഇനി അത് ഇളക്കിയെടുക്കാൻ പോവാം. എടുക്കട്ടെ, സക്സസ് ആവോ? അയ്യോ, ദേ കണ്ടോ? ഇതൊക്കെ നോക്കൂ, സംഭവം കൊള്ളാട്ടോ. കുറച്ച് അവിടെ ഉണ്ട് കേട്ടോ, കുറച്ച്. എന്നാലും ഞാനത് കുറച്ച് നേരമല്ലേ ഒട്ടിച്ചുള്ളൂ. ഇതിങ്ങനെ കുറച്ച് നേരം കൂടുതൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നെങ്കിൽ ചിലപ്പം വരും കേട്ടോ. എന്നാലും സംഭവം കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ? ഇപ്പം എൻ്റെ ഈ കണ്ണിലുള്ളത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഉണ്ട്. ഇത് അടിപൊളിയായിട്ടോ, സംഭവം സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, സംഭവം സൂപ്പറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.